കർത്താവ് ഒരു വചനം പറഞ്ഞല്ലേ, പകലായിരിക്കുവോളോ എന്നെ അയച്ചവൻ്റെ ജോലി ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന്. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. ഒരു അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ 9-ാം അധ്യായത്തിൽ പറയണതാണ്. അപ്പം എപ്പോഴും നമ്മൾക്ക് ആ ഒരു ജാഗ്രത വേണം. ക്രിസ്തീയ ജീവിതം, പുണ്യസമാഹരണം ഒരു ജാഗ്രതയുടെ വിഷയമാണ്. പകലായിരിക്കുമ്പോൾ ഇപ്പം 20 വയസ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെ 60 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കറക്റ്റ് പകലാണ്. നിങ്ങൾ 70 വയസ്സായിട്ട് പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്, ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് വേറെ വിഷയത്തിലാണ് പറയണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ കൃപ സമ്പാദിക്കാൻ നോക്കണം. പലതരത്തിൽ സംഭവിക്കാം. കാരണം ഒരു വ്യക്തി കൃപയെ ആർജിക്കണത്, ദൈവശക്തി ആർജിക്കണത് 4 പുണ്യങ്ങളിലൂടെയാണ്: വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. പിന്നെ എന്താ? 4-മത്തത് എന്താ? ദൈവിക പുണ്യമല്ലെങ്കിലും ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കണത് സമർപ്പണമെന്നും പറഞ്ഞ സംഭവമുണ്ട്. അതാണ് വിശ്വാസവും പ്രത്യാശ സ്നേഹം എന്ന് വിചാരിച്ചോ. അതിൽ വിശ്വാസം വെള്ളിയാണ് അല്ലെങ്കിൽ പിച്ചളയാണെന്ന് വിചാരിച്ചോ, അപ്പോഴേ പ്രത്യാശ വെള്ളിയാകും, അപ്പോഴേ ദൈവസ്നേഹം സ്വർണമാകും, സമർപ്പണം പ്ലാറ്റിനമാകും. അതാണ് കാര്യം. സമർപ്പണത്തിൻ്റെ എല്ലാം മുകളിലാണ് എപ്പോഴും. എൻ്റെ മക്കൾ, ഇത് പകലായിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ചെറുപ്പകാലത്തെ, അല്ല നിങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോഴേ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾ ഒത്തിരിയേറെ ആശിച്ചിട്ടും തന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ കൊടീശ്വരന്മാരാകും. എന്താ കാര്യം? ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ കാര്യം തന്നെ. ഇപ്പം കൃപാസനത്തിൽ ഇപ്പം ഇന്നാണെങ്കിൽ അച്ഛൻ ചെയ്യും. 10 വർഷമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീട്ട് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ഒരുമിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ വരണം. 10 വർഷമായിട്ട് മക്കളില്ല, ഭാര്യയും ഭർത്താവും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീട്ട് കിട്ടും. കാര്യം അമ്മ അൾത്താര അത്ഭുതത്തിൻ്റെ അൾത്താരയാണ്. ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നു, 10,000-കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സ്ഥലമല്ലേ ഇത്. ആ 2 സ്ഥലം നമുക്കുണ്ട്. 2 പോയിന്റുകളിലും ആൾക്കാർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഈശോൻ്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുത്തും. അപ്പോൾ വളരെ ആക്യൂട്ടായിട്ടുള്ള, നമ്മുടെ കൈവിട്ട് പോയിരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് കൃപാസന അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടിടവാണ്. ഇത് ഞാൻ പറയണതിൻ്റെ അകത്ത് എന്തെങ്കിലും അല്പം ആകർഷകമാക്കാൻ വേണ്ടി പൊടിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയാണ് ഇവിടെ ഇരിക്കണം, നിങ്ങൾ ഓർത്താൽ മതി. എൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പോൾ നിങ്ങൾ വികലാംഗനായി ജനിച്ചതാണെന്ന് വിചാരിച്ചോ? ഇല്ലേ? നമ്മൾ ഉടമ്പടിയിലും കൃപാസന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ കാലുവരെ നീണ്ടു വന്നിട്ടുണ്ട്, 2 ഇഞ്ച്. ഇതൊരു മുടന്ത് മാറിയിട്ടുണ്ട്. സാക്ഷി നമ്മൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് അതൊന്നും വരണില്ലെന്ന് വിചാരിച്ചോ, നീ വീണ്ടും മുടന്തനായിട്ട് മുടന്തിയായിട്ട് തന്നെയാണ് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കറിയാവോ? അതാണ് സമർപ്പണമെന്ന് പറയണത്.
അതാണ് സമർപ്പണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യമേ പരിശുദ്ധ അമ്മയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവോ? നമ്മൾ അവസാനമാണ് സമർപ്പണത്തിലേക്ക് വരണത്. അമ്മ ആദ്യമേ സമർപ്പണത്തിലേക്ക് വരും. നമ്മളിൽ നിറയണ പരിശുദ്ധാത്മാവിൻ്റെ തോതനുസരിച്ചാണ് സമർപ്പണ പ്രഖ്യാപനം ആദ്യവും അവസാനവും നടുക്കുമാകണത്. അമ്മ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ആദ്യമേ പറഞ്ഞില്ലേ? ഇല്ലേ? അമ്മ അതാണ് സമർപ്പണം. ഇതാ കർത്താവിൻ്റെ ദാസി അഥവാ ദാസൻ. ഇത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് പറയേണ്ട കാര്യമാണ്. പക്ഷേ അമ്മ ആദ്യമേ മംഗളവാർത്തയിലെ മുഹൂർത്തത്തിൽ തന്നെ പറഞ്ഞു, മദർ ഈസ് ഗ്രേറ്റ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നന്നായി പാടുക. സ്തുതിയുടെ ഹല്ലേലൂയ. സഹനം വരുമ്പോൾ മാത്രമല്ല സമർപ്പണം വരണത്. സന്തോഷം വരുമ്പോഴും അമ്മയ്ക്ക് സമർപ്പണമുണ്ട്. ഭയങ്കര സംഭവമാണ്. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, അപ്പാ ഈ ആളെ തന്നെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന്. അമ്മയുടെ സമർപ്പണത്തിൻ്റെ ശരീരഭാഷ മൗനമാണെന്ന് ഞാൻ വൈദികര ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് എൻ്റെ ധ്യാനത്തിൽ കിട്ടിയ ഒരു വലിയ വെളിപാടാണ്. അമ്മയുടെ സമർപ്പണത്തിൻ്റെ ഭാഷ മൗനമാണെന്ന്. അപ്പോൾ എനിക്കൊരു മറിയത്തിൻ്റെ മൂന്നാം മൗനമെന്നും പറഞ്ഞ് എനിക്കൊരു അവസാനം ഒരു സന്ദേശം കിട്ടി. അമ്മയ്ക്ക് 3 മൗനങ്ങളുണ്ട്. മൂന്നാമത്തെ മൗനം, ഒന്നാമത്തെ മൗനം അമ്മ ഈശോനെ പെറ്റ രാത്രിയിൽ അകൃതമായ തൊഴുത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ് ആദ്യത്തെ മൗനം. രണ്ടാമത്തെ മൗനം, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മയിടയ്ക്കൊന്ന് വിട്ടിട്ട് ഈശോ സ്വർഗീയ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ട സമയം വന്നപ്പോൾ ആ ഡിറ്റാച്ച്മെൻറ്റിന് വീട്ടിലെത്തിയപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു മൗനമായെന്ന്. എല്ലാ സഹന വിഷയവും പലപ്പോഴും ആന്തരിക സന്തോഷത്തോടു കൂടി അമ്മ ഏറ്റെടുത്ത് മൗനമാക്കുന്നതിൻ്റെ കാരണം സമർപ്പണമാണ്. അത് ലൂക്ക 2:19, ലൂക്ക
2:48 ഒക്കെ ഈ മൗനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ശരീരഭാഷകളാണ്. നിങ്ങളെ മിണ്ടാണ്ടിരിക്കും ചില സമയത്ത്. എപ്പോഴാണെന്നറിയാവാ? മുഖപ്പിശാച്ച് കൂടുമ്പോൾ. ബൈബിളിൽ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? കർത്താവ് ഒരു മുഖപ്പിശാച്ചിനെ പുറത്താക്കിയെന്ന് പറഞ്ഞില്ലേ? ഭർത്താവ് വെള്ളം അടിക്കണമെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കും ഇല്ലേ? നമ്മൾ ഉടമ്പടി ചെയ്തിട്ടും അയാളെ വലിച്ചു കയറ്റിക്കൊണ്ട് വരുമ്പോൾ പിന്നെ മിണ്ടത്തില്ല. എന്തായിട്ട് നിൻ്റെ നാവിറങ്ങിപ്പോയാന്ന് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല. അത് മുഖപ്പിശാച. മൗനം 2 തരത്തിൽ വരും. ഒന്നും മറിയൻ മൗനം വരും, പിന്നെ മുഖപ്പിശാച്ചിൻ്റെ മൗനവും വരും. ഏതാണ് നിങ്ങൾ ആചരിക്കണമെന്നൊന്ന് ആത്മശോധന ചെയ്താൽ മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. അഭിഷേക വചനങ്ങളായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കൃപാസനം ആദ്യ ചൊവ്വാഴ്ച ദൈവദിന ഉപവാസോടൊപ്പടിക്കാലത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ എല്ലാ ദൈവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മറിയത്തിൻ്റെ 3ാം മൗനമുണ്ട്. അത് വലിയ സന്തോഷത്തിൻ്റെ സമയത്തുള്ള മൗനമാണ്. അശടക്കമാണ്. എന്താ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വെളുപ്പാങ്കാലത്തില്ലേ അകിലും കുന്തിരിക്കവും മീറയുമൊക്കെ ഇടിച്ച് പൊടിച്ച് സുഗന്ധക്കൂട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു മോളവിടെ അടുക്കള തട്ടിയും മുട്ടിയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ഇതെല്ലാം കേട്ട് ഉറങ്ങാതെ പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം. അവൾ പോണത് എവിടെയാണ്? കർത്താവിൻ്റെ കല്ലറയിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ കല്ലറയിൽ പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റൻ്റെ മകനെ അവൾ കാണും എന്ന് നമുക്കറിയാം. വലിയ സന്തോഷത്തിൻ്റെ ആ മുഹൂർത്തം അവൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് അമ്മ നോൻപെടുത്ത് ആശയടക്കം പാലിച്ച് സന്തോഷത്തോടെ മിണ്ടാണ്ട് കിടക്കും. അതാണ് മറിയത്തിൻ്റെ 3ാം മൗനം. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ തനിക്ക് കൂടി അവകാശപ്പെട്ട, തനിക്ക് മാത്രം അവകാശപ്പെട്ട ആദ്യ ദർശനം ആണമ്മ പങ്കുവെക്കുന്നത്. തനിക്ക് മാത്രം അവകാശപ്പെട്ട സന്തോഷത്തിൻ്റെ ആദ്യ മുഹൂർത്തം തൻ്റെ മകൾക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുത്തിട്ട് അമ്മ മൗനമായിരിക്കും. സന്തോഷത്തെ പങ്കുവെക്കുന്ന മറിയം, അതിൻ്റെ പേരിൽ മൗനം പാലിക്കുന്ന മറിയം എക്കാലത്തെ മനുഷ്യരാശിയുടെ മാതൃകയാണ്. എൻ്റെ മക്കൾ, എന്തെങ്കിലും സന്തോഷം നമുക്ക് ലഭിക്കാനുള്ളത്, അവകാശം, അർഹതയായിട്ടുള്ള സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കണ കാണുമ്പോൾ
നമ്മൾ ഈ സമർപ്പണത്തിൻ്റെ മൗനം പാലിക്കണമെന്നാണ് അമ്മ നമ്മളോട് പറയാതെ പറയണത്. കൈ അടിച്ചു ചേർത്താണ് சொல்லியிருക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധങ്ങളുടെ സമർപ്പണത്തിന്റെ മൗനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം അമ്മയുടെ 3 മൗനങ്ങൾ നമ്മൾ കണ്ടു. ഈശോ ജനിച്ച രാത്രിയും ഈശോ ഉയർത്ത രാത്രിയും 2 മൗനങ്ങൾ. നടുക്ക് ഈശോയെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി, അമ്മയെ നകന്ന് പിതാവിൻ്റെ കാര്യത്തിൽ വേദനാകാൻ വേണ്ടി കൈവിട്ടു പോകുന്ന ദിവസവും 3 മൗനങ്ങളാണ്. ഈ 3 മൗനങ്ങളാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ശരീരഭാഷ എന്ന് പറയുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഭയങ്കര ആശ അടക്കം വേണം ഉയർപ്പിൻ്റെ രാത്രിയിലെ. എല്ലാം ആശയടക്കത്തോട് ബന്ധപ്പെട്ട മൗനങ്ങളാണ്. ആത്മസമീപനത്തോടും ആശയടക്കത്തോടും. ഒരു കട്ടൻ ചായ കൂടി വാങ്ങിച്ച് കിട്ടാനുള്ളൊരു മാർഗം കർത്താവ് ജനിച്ച രാത്രിയിൽ ഔഷപിതാവിന് പോലും ഇല്ല. ആ സ്ഥലം അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ്. എവിടെയാണ് കടയുള്ളതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, മനുഷ്യരിൽ നിന്നും ഒക്കെ ഒത്തിരി, മനുഷ്യൻ്റെ താമസ സ്ഥലത്തു നിന്ന് 2 കിലോമീറ്ററെങ്കിലും അകലെയാണ് കാറ്റൽ ഫീൽഡ്. അവിടെയാണ് തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി കിട്ടാനുള്ള അവകാശത്തെ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പരിശുദ്ധാത്മ പറഞ്ഞു, മേരി ആദ്യമേ കയറി പറഞ്ഞു കേട്ടാ, ഇതാ കർത്താവിൻ്റെ ദാസ്യെന്ന്. ആദ്യം സമർപ്പിക്കണതാണ് എപ്പോഴും നല്ലത്. എൻ്റെ മക്കൾ എന്ത് ഉടമ്പടി വെച്ചാലും ആദ്യമേ കർത്താവിൻ്റെ ദാസ്യെന്ന് പറഞ്ഞിരിക്കണം. ഇന്നത്തെ എന്തെങ്കിലും ദൈവഹിതമല്ലെന്നുണ്ടെങ്കിൽ Thy will be done, thy kingdom come എന്ന് പറയണം. ആരെപ്പോലെ? കർത്താവിനെ പോലെ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ നിറവേറണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഈ വചനം. എൻ്റെ പേര് ജിപ്സി ജെയ്സൺ. ഞാൻ നവി മുംബൈയിൽ നിന്ന് വരുന്നു. എൻ്റെ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം നൽകാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2019 ഓൺലൈനായിട്ട് ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മാതാവിൻ്റെ സ്വപ്ന ദർശനമാണ് ഉണ്ടായത്. ദർശനത്തിൽ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്ക് ബൈബിൾ ക്വിസ് പരീക്ഷയിൽ 62 മാർക്ക് ലഭിക്കും. പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 62 മാർക്ക് തന്നെ ലഭിക്കും. അതായിരുന്നു ആദ്യത്തെ എൻ്റെ അനുഭവം. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ വിഷമിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടിയിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ആള് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ആൾക്ക് നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ 2019 മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തമ്പുരാനായിട്ട് വരുത്തിയിട്ടില്ല. കൊറോണയുടെ സമയത്ത് പോലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. അതുപോലെ തന്നെ 2023 ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഈ അൽത്താരയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ പ്രവാചകന്മാരൊക്കെ ബൈബിളിൽ വായിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു.
അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 4 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ്റെ തലവേദന. അവസാന നിമിഷങ്ങളിലൊക്കെ ഞാൻ തലചുറ്റി വീഴും എന്നുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൈഗ്രെയിൻ്റെ തലവേദന പൂർണ്ണമായി എനിക്ക് സൗഖ്യപ്പെട്ടു. ഒരു ടീച്ചറാവുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനുള്ള പഠിപ്പൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ല. ഡിഗ്രി കഴിഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞു പോയി. അതിനുശേഷം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കിയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാവ് കണ്ടു. എനിക്ക് ഒരിക്കലും അർഹതയുണ്ടായിരുന്നില്ല എൻ്റെ മാതാവ് ഈ ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത്. ഞാൻ അവിടെ പോയി ഞാൻ പഠിച്ച് അതിനുശേഷം അത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ CCED പഠിച്ചു. അതിനുശേഷം ഒരു CBSE സ്കൂളിൽ ഞാനിപ്പോൾ ടീച്ചറായിട്ട് എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് തന്നത് ആരാധനയിൽ, ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ എന്നോട് പറഞ്ഞ കുറേ നാളായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഡെമോ ക്ലാസ്സോ ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് ജോലി തരണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു ഇൻ്റർവ്യൂ ഡെമോ ക്ലാസ്സോ ഒന്നും ചെയ്യാതെ എനിക്ക് ദൈവം, എൻ്റെ അമ്മ മാതാവ് എനിക്ക് ആ ജോലി നൽകി അനുഗ്രഹിച്ചു. ഇന്നും ആ ജോലിയിൽ ഞാൻ തുടർന്നു പോകുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ 90% മാർക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. ഞാൻ സാക്ഷ്യം മുന്നേ അവിടെ എഴുതി വെച്ചായിരുന്നു എനിക്ക് 90% മാർക്ക് എൻ്റെ മോൾക്ക് ലഭിക്കണമെന്ന്. അപ്പം ഞങ്ങളത് പിന്നെ ഞങ്ങൾ പറഞ്ഞു 90%-ലും കൂടുതൽ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് അങ്ങനെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ മാതാവ് നമ്മൾ എത്ര എഴുതിയോ നമ്മൾ അത്ര തന്നെ കുറച്ച് 89.9% കിട്ടിയായിരുന്നു. പക്ഷേ റിവാലുവേഷന് കൊടുത്തതിന് ശേഷം നമുക്ക് മാതാവ് 90.4% മാർക്കായിട്ട് അത് കൂട്ടി തന്നു. നമ്മൾ മാതാവിനോട് എന്ത് ചോദിച്ചോ, ഒരു പൂ ചോദിച്ചോ ഒരു പൂക്കാലം തരുന്നു പറഞ്ഞ പോലെ മാതാവ് നമ്മൾ എന്ത് ചോദിച്ചാലും മാതാവ് അതിനനുസരിച്ച് നമുക്ക് നൽകും. അതിനുശേഷം ഡിസംബറിൽ എനിക്ക് തലചുറ്റ് വന്നായിരുന്നു. ഈ ഡിസംബറിൽ തലചുറ്റ് വന്നിട്ട് എനിക്ക് സ്കൂളിൽ പോകണം, എണീക്കാൻ പറ്റണില്ല. ഗുളികകളൊക്കെ കഴിച്ചു പോവും, പക്ഷേ ഒന്നും ഒരു സൗഖ്യപ്പെട്ടുണ്ടായില്ല. മാതാവിനോട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ധ്യാനം മൊബൈലിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായി മയങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാതാവിൻ്റെ ഒരു കൈ വന്ന് എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു. ആ കുരിശ് നമ്മൾ പറയില്ല, നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടാം. പക്ഷെ ആ കുരിശ് ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈയും കുരിശും എൻ്റെ ജീവിതം മുന്നോട്ട് നിർത്തി. ഇനി തലചുറ്റില്ലാതെ 3 മാസമായിട്ട് ഞാൻ അനുഭവിച്ച തലചുറ്റ് അതോടുകൂടി എനിക്ക് മാറിക്കിട്ടി. ഉടമ്പടി തൈലത്തിൻ്റെ ഫലമായിട്ട്, എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പീരീഡ്സ് റെഗുലറായി. ഇത്രയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ ഒക്കെ ഞാൻ ഭക്ഷണമില്ലാത്തവർക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരൊക്കെ വരുന്നുണ്ടോ, എൻ്റെ കയ്യിൽ പൈസയുണ്ടോ, എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ എത്ര കാശാണ് എനിക്ക് ഉള്ളതെന്ന് ഞാൻ നോക്കാറില്ല, ഞാൻ കൊടുക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ. അതുപോലെ തന്നെ എനിക്ക് കുമ്പസാരത്തിലൂടെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ തലചുറ്റായിട്ട് കിടക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോവാതെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാതെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. ആ സമയത്ത് ഒരു മരിയൻ മെൻഡറെ പോലെ, അച്ഛൻ പറയാറുണ്ടല്ലോ മരിയൻ മെൻഡർ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഉടമ്പടി എടുത്തതാണെങ്കിലും ആ മരിയൻ മെൻഡറെ പോലെ അനു എന്ന് പറഞ്ഞ എൻ്റെ സഹോദരി അവിടെ പള്ളിയിലുള്ള, ഞങ്ങളുടെ ന്യൂ ബോംബെയിലുള്ളതാണ്, അവരും ഉടമ്പടി എടുത്തതാണ്. പക്ഷെ അവൾ എനിക്ക് കൈത്താങ്ങായിട്ട് വന്ന് അവൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ഉടമ്പടി കുമ്പസാരം കുമ്പസാരിക്കും നീ പള്ളിയിൽ പോയിട്ട്, അപ്പം നിനക്ക് മാതാവ് നിന്നെ തൊടും. ആ കുമ്പസാരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് മാതാവ് എന്നെ വന്ന് തൊട്ടതും. സുഗന്ധാഭിഷേകം, നമ്മൾ പറഞ്ഞിട്ടുള്ള സുഗന്ധാഭിഷേകം എന്താണെന്ന് നമുക്ക്
അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. കാരണം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ മാതാവിന് മുല്ലപ്പൂ മേടിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ദിവസമാണ് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചത്. അത് ഒരു മുല്ലപ്പൂ, ഒരു മാല മുല്ലപ്പൂ അല്ല, ഒരു കൊട്ട മുല്ലപ്പൂ എനിക്ക് ദൈവം അത്രയും മണം. ആ മണം ഇന്ന് ഞാൻ അനുഭവിച്ചത് ഈ അൽത്താരയിൽ ഈ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മണം സുഗന്ധാഭിഷേകം പിന്നെയും ലഭിച്ചു. ദൈവം അമ്മ മാതാവ് കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇച്ചിരി മടി പിടിച്ചത്. ഞാൻ ഹസ്ബൻഡായിരുന്നു കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് നിന്നായിരുന്നത്. ഞാൻ ഇച്ചിരി മടി പുറകോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു കൃപാവരം ലഭിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ, ബൈബിൾ ഞാൻ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു അതിന് മുന്നൊന്നും ഞാൻ ആർക്കും പൈസകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ നമ്മൾ മാതാവിനോട് എന്താഗ്രഹം പറഞ്ഞ് നമ്മൾ മറന്നു പോയാലും നമ്മുടെ മാതാവ് ഇന്ന് ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ വരെ നമ്മളെ ഒരുക്കി അനുഗ്രഹിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവേ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു.